Taxation should not be a painful process for the people. There should be leniency and caution while deciding tax structure. Ideally, government should collect taxes like a honeybee, which sucks just the right amount of honey from the flower so that both can survive. Taxes should be collected in small and not in large proportions. നമസ്കാരം അമേരിക്ക. 1500 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ പറഞ്ഞു വെച്ചതാണ് ഇന്നും ലോകമെമ്പാടും നികുതിപിരിവുമായി ബന്ധപ്പെട്ട പ്രായോഗിക നിലപാടെന്ന് പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നു. നികുതി നയങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ ഭരണാധികാരികളും ഏറെ ശ്രദ്ധ പുലർത്താറുണ്ട്. സമ്പത്തിന്റെ കളിത്തൊട്ടിലായ അമേരിക്കയിലായാലും ദരിദ്ര രാജ്യങ്ങളിലായാലും ജനങ്ങൾ അല്പം സംശയത്തോടെയാണ് നികുതി സംവിധാനങ്ങളെ നോക്കിക്കാണുന്നത്. ഓരോ മനുഷ്യൻ്റെയും കഠിനാധ്വാനത്തിൽ നിന്നാണ് നികുതി നൽകുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം വിയർപ്പ് കൊണ്ട് നേടുന്ന ഓരോ നാണയവും അമൂല്യമാണ് ഓരോ നികുതിദായകനും. നികുതി റിട്ടേൺ സമർപ്പിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള പൗരനാകുമ്പോഴും അത് കൃത്യതയോടെ ചെയ്യുന്നുവെന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്താറുണ്ട്. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അടിസ്ഥാന സൗകര്യ വികസനവും മുന്നോട്ടുള്ള വളർച്ചയും നിലനിൽപ്പുമെല്ലാം ഈ നികുതി സംവിധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. നികുതിയുടെ സാമൂഹിക പ്രാധാന്യം കണ്ടറിഞ്ഞ് അത് സത്യസന്ധമായി നൽകുന്ന പൗരന്മാർ ഓരോ രാഷ്ട്രത്തിൻ്റെയും സമ്പത്ത് തന്നെയാണ്. നികുതി വിരുദ്ധതയിൽ നിന്ന് നികുതി അനുകൂല സമൂഹത്തെ സൃഷ്ടിക്കൽ ഓരോ ഭരണകൂടത്തിനും വെല്ലുവിളിയുമാണ്. ഇവിടെയാണ് നികുതി നിയമങ്ങളുടെ പ്രസക്തി. എന്തൊക്കെയാണ് അമേരിക്കൻ നികുതി നിയമങ്ങളുടെ കാതൽ? നൂലാമാലകളില്ലാതെ എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാം? നികുതിയുമായി ബന്ധപ്പെട്ട നിയമ വ്യവഹാരങ്ങൾ എന്തൊക്കെ? സാങ്കേതിക വിദ്യയുടെ പുരോഗതി നികുതി സംവിധാനത്തെ എങ്ങനെ ലളിതമാക്കി? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. നികുതി അടയ്ക്കും മുൻപ്. ഇന്നത്തെ എൻ്റെ അതിഥികൾ: ടോം ജോർജ് കോലത്ത്, CEO and founder, Keltron Tax and Wealth Management Company; ജോസ് തോമസ്, CPA, Managing Partner, Thomas & Company; and ഷന മോഹൻ, CPA and CFE. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ടോം ജോർജ് കോലത്തിലേക്കാണ്. ശ്രീ ടോം ജോർജ് പലതവണ അമേരിക്കൻ ഡയലോഗിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാക്സ് ആ ഒരു മേഖല മാത്രമല്ല, കലാപരമായ മേഖലയും എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ന്യൂയോർക്കിൽ, ലോകത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക തലസ്ഥാനമെന്ന് പറയാവുന്ന ന്യൂയോർക്കിൽ ഒരു 25 years പ്ലസ് ടാക്സ് കൺസൾട്ടൻസിയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ 2 ചോദ്യങ്ങളാണ് ഒറ്റയടിക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ഒരു ക്ലയൻസിനെ മാനേജ് ചെയ്യുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി? 2, US ടാക്സ് ലോയിൽ ഈ വർഷം വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? Our strategy is very simple. What we do here in the United States, the master form to file a tax return is called 1040 form. We report all our incomes and we calculate our taxes. That's what usually most of us do that. But in our firm, Keltron Tax, what we do, we try to get the maximum possible credits for our clients. If somebody owes money, if you have that credits on the other hand, that will offset the taxes they owe. And also that will give them a good refund. Many people don't know that what are those credits. Some of them, if you are a senior citizen and if you are paying long-term insurance care, you get some credit. If you have a hybrid car like electric car, Tesla, you get credit for it. And if you work for a firefighter or if you are working for emergency like ambulance, you get credit. If you are a teacher, you get credit. So that's what we are looking for. If you have paid money for your heating your oil, you get credit for it. And if you have kids, you get credit for it. If you have education expenses, you get credit for it. That's what we always look into. Rather than going into one file to the next client, we always look into that. Are we giving the best value for their money? So what we do, we get the maximum possible credits and we just exercise all our tax laws to get our clients more refund. Another thing, if the client's paying rent in New Jersey, if they're paying some rent in New York, they get some credit. We make sure our clients get that credit. Secondly,
this is the last couple of years we have COVID, right? We do give some priorities. We honor our frontline workers like nurses, doctors, lawyers, and also the people who work in the like the U.S. Army and the police officers. We do give them an honor, and we give them a discount or rates for our services. The new things in this year is there are lots of changes in this year. The most important thing we found that here this year the IRS started sending a letter called 6419. That form is something like advanced tax credit. If somebody got the credit last year during the Biden administration, they were paying money from July to December. So that letter represents that how much they received as credit, and we have to reconcile it with our tax return. So if our clients got that letter, please bring that to your accountant. Not only that, there are another changes, the property taxes. There were a limitation for $10,000, but subject to many other things that has been changed. And also childcare. If you have a child and if you have paid money for your taking care of your child, it was $3,000 were the limit, but this year it's $8,000. You can go up to $16,000. Like 2 kids, you can go about $16,000 credit for it. And there are lots of other changes. You know what? Usually the U.S. tax industry, maybe tax laws are very broad. It is like a Pacific Ocean. So let me give an opportunity to speak to my fellow panelists as well. ഓക്കെ, താങ്ക് യു. ശ്രീ ജോസ് തോമസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ്, ബാറ്റൺ കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ നികുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര സിമ്പിളാണെന്ന് പറഞ്ഞാൽ പോലും പല കൺഫ്യൂഷൻസും പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ഒരു US സിറ്റിസൺ അല്ലെങ്കിൽ ഒരു റെസിഡൻറ്റ്, ആ വ്യക്തിക്ക് മറ്റു രാജ്യങ്ങളിൽ ഒരു ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അസറ്റ്സ് ഉണ്ട്. ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് US-ൽ? ഇപ്പോഴത്തെ വളരെ ഒരു ഹോട്ട് ടോപ്പിക്കാണിത്. അതായത് എല്ലാ ദിവസവും 1-2 കോൾ എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ ഇന്ത്യയിൽ 25 കോടിയുടെ ലാൻഡ് വിറ്റു, അല്ലെങ്കിൽ എനിക്ക് 10 കോടി ദുബായി കിട്ടും, അതായത് 8 കോടി ഇവിടെ, എങ്ങനെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരണം? ഞാനിപ്പോൾ ഇതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇതിന്റെ ടാക്സ് ഇത് ഒരു വൈഡ് ടോപ്പിക്കാണ് എങ്കിൽ തന്നെ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പലർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ്. അതായത് വാട്ട് ഈസ് FBAR? FBAR എന്ന് ഉദ്ദേശിക്കുന്നത് ഫോറിൻ ബാങ്ക് അക്കൗണ്ട് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണ് FBAR എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കാണ് ഇത് ബാധകം? ഇത് ബാധകമായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസണും US ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനും ഇത് ബാധകമാണ്. ഇത് എന്താണ് ഇതിന്റെ റിക്വയർമെന്റ്സ്? അതായത് റിക്വയർമെന്റ്സ്, ഇഫ് യു ഹാവ് മോർ ദാൻ $10,000 in any of the single bank account or any of the foreign bank account contains more than $10,000, you must report every year. അതായത് ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ല. അതായത് പേട്രിയോട്ട് ആക്ടിന് ശേഷം ഇപ്പോൾ ഫിൻസെൻ ബാങ്കിങ് സീക്രസി ആക്ട് പ്രകാരം നമ്മളത് മസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ ഇതിന്റെ പെനാൽറ്റി 50% ഓഫ് ദ ബാങ്ക് ബാലൻസ് നമ്മുടെ പെനാൽറ്റി ആവും. ഇപ്പോൾ പല കേസുകളും നടക്കുന്നുണ്ട്. എനിക്കറിയാം, ഒരു 1-2 പേരൊക്കെ 5 മില്യൺ കൊടുക്കണം പെനാൽറ്റി ഒരു പ്രാവശ്യം വന്നു പോയാൽ നമ്മളിത് ഇഗ്നോർ ചെയ്താൽ വളരെ ഡിഫിക്കൽട്ടാണ് പെനാൽറ്റി റിമൂവ് ചെയ്യാൻ. അതായത് ബാങ്കിന്റെ നമ്മുടെ അക്കൗണ്ടിന്റെ 50%ഓളം നമുക്ക് പെനാൽറ്റി ആയിട്ട് പോകേണ്ടി വരും. അതുകൂടാതെ തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ April 15 മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യാം, അല്ല എങ്കിൽ October 15 മുമ്പായിട്ട് വിത്ത് ആൻ എക്സ്റ്റൻഷനോട് കൂടി റിപ്പോർട്ട് ചെയ്യാം. അത് കൂടാതെ തന്നെ നമുക്ക് ഏതെങ്കിലും ഫോറിൻ കമ്പനികളിൽ മോർ ദാൻ 10% കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ അതും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതും 5471 നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന കൂടെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ചെയ്തില്ല എങ്കിൽ നമുക്ക് പെനാൽറ്റി ഉണ്ട്. ആ പെനാൽറ്റി അതായത് 25,000 പെർ ഒക്കറൻസ്. അത് വളരെ ഏതാണ് എവറി ഇയർ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ഇതൊരു വൈഡ് ഏരിയയാണ്. അതായത് ഇത് കുറച്ചൊന്നും പറഞ്ഞാൽ തീരത്തില്ല. പക്ഷെങ്കിൽ ഇതാണ് ഇതിന്റെ ഒരു ബ്രീഫ് ഫോം. വി ഹാവ് ടു ഫയൽ ഓൺ ടൈംലി, ഒബേ ദ ലോ ഓഫ് ദ ലാൻഡ്. അത് തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇത് വളരെ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഷന, നമ്മൾ ഈ ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യം നോക്കുന്ന ഈ ഡിഡക്ഷനിലേക്കാണ്. അപ്പോൾ ഈ 2022 MID മിസലേനിയസ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഇപ്പൊ ക്രിസ്റ്റിന വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് ഡിഡക്ഷൻസിനെ കുറിച്ച്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഉണ്ട്, ഐറ്റമൈസ്ഡ് ഡിഡക്ഷനും ഉണ്ട്. നമുക്ക് ഏത് വേണേ എടുക്കാം, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പേഴ്സണൽ സർക്കംസ്റ്റാൻസ്. പക്ഷേ ഡിഡക്ഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ആണ്. വാട്ട് ഇസ് എ ഡിഡക്ഷൻ ആൻഡ് വാട്ട് ഇസ് എ ടാക്സ് ക്രെഡിറ്റ്? ഇപ്പൊ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിന്റെ എഗൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന, സോ ഇറ്റ് ലോവേഴ്സ് യുവർ ടാക്സബിൾ ഇൻകം. അപ്പൊ നമ്മുടെ ടാക്സസ് കുറയും. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ടാക്സ് ബില്ലിന്റെ എഗൻസ്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. സോ ദാറ്റ് ഓൾസോ ഇൻ എസെൻസ് ഇറ്റ് വിൽ ലോവർ യുവർ ടാക്സ് ബിൽ. പക്ഷെ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒത്തിരി ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ ചിലത് മിസ്റ്റർ ടോം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബട്ട് സം ഓഫ് ദ അതർ തിങ്സ് ദാറ്റ് ഐ കൻ തിങ്ക് അബൌട്ട് ഇസ് മെഡിക്കൽ എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ പാൻഡമിക്കിന്റെ ഒക്കെ ടൈമിൽ പലവർക്കും ഒത്തിരി മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകേർഡ് ആകുന്നുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് മെഡിക്കൽ ഓർ ഡെന്റൽ എക്സ്പെൻസസ് ഇൻകേർഡ് ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ എക്സ്പെൻസസ് അതിനെ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഇഫ് ഇറ്റ് എക്സീഡ് 7.5% ഓഫ് യുവർ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം. സോ അത് വലിയൊരു കാര്യമാണ്. പലവർക്കും ഇറ്റ് ക്യാൻ ബ്രിങ് ഡൗൺ യുവർ ഇൻകം അ ലോട്ട്. അതുപോലെ തന്നെ ഇവിടെ വീട് മേടിച്ചിട്ടുള്ളവര് നമ്മുടെ ഹോം മോർഗേജ് ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ ആണ് ഓൺ ദ ഫസ്റ്റ് $750,000 ഇൻ ലോൺസ്. December 16, 2017 മുമ്പേ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ മോർഗേജ് ഇൻട്രസ്റ്റ് ആദ്യത്തെ $1 million ഓഫ് ലോൺസിൽ ഡിഡക്റ്റബിൾ ആണ്. സോ ഓരോ വർഷവും നമ്മുടെ മോർഗേജ് ലെൻഡർ നമുക്കൊരു ഫോം 1098 അയച്ചു തരുന്നതാണ്. ആ 1098 എക്സാക്ട്ലി ഡീറ്റെയിൽ ഔട്ട് ചെയ്യും എന്തൊക്കെ എമൗണ്ട്സ് ഓഫ് ഡിഡക്റ്റബിൾ ഇൻട്രസ്റ്റ് എടുക്കാം ആൻഡ് എത്ര പോയിന്റ്സ് നമ്മൾ പേ ചെയ്തിട്ട് ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഹോം ഇക്വിറ്റി ലോൺ അല്ലെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇൻട്രസ്റ്റ്, ഇതും ഡിഡക്റ്റബിൾ ആണ് ആസ് ലോങ് ആസ് നമ്മൾ ആ ഫണ്ട്സ് ബോറോ ചെയ്തിട്ട് അത് നമ്മുടെ വീടിന് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടി യൂസ് ചെയ്താണെങ്കിൽ. ഓൾസോ മിസ്റ്റർ ടോം പറഞ്ഞ പോലെ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സസ് ഡിഡക്ട് ചെയ്യാവുന്നതാണ് അപ് ടു ദ ഫസ്റ്റ് $10,000. പിന്നെ സ്വയം ബിസിനസ് നടത്തുന്നവർക്ക്, സെൽഫ് ബിസിനസ് അങ്ങനെ ഉള്ളവർക്ക് ഒരു പ്രത്യേക കാര്യം, അവരുടെ ഓഫീസ്, അവരുടെ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അവരുടെ ഹോം ഓഫീസിന്റെ സർട്ടൻ ഭാഗങ്ങൾ നമുക്കൊരു ബിസിനസ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ കഴിയും. ബട്ട് ദാറ്റ്സ് ഓൺലി ഇഫ് യു സെൽഫ് എംപ്ലോയിഡ്. ഇപ്പം ഒത്തിരി പേര് റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ കമ്പനിക്ക് വേണ്ടി. അങ്ങനെയുള്ളവർക്ക് അത് സാധിക്കില്ല. നമ്മുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. ടോം, നമ്മൾ ഓരോ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ഓരോ സ്ട്രാറ്റജി, ടാക്ടിക് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ എക്സംഷൻ നേടാം, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് എടുക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ ടാക്സ് കോഡ് 280G ഒരു 14-day ഹോം റെന്റൽ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. അപ്പോൾ അഗസ്റ്റ റൂൾ, അതിനെക്കുറിച്ചൊന്ന് പറയാം. Augusta rule എന്ന് പറയുന്നത്, this is a very known as 280 section 280A. Every homeowners-ന് ഇത് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ഒരു ടാക്സ് ലൂപ്പ് ഹോൾ ആണ്. If you rented your house for 14 days or less than 14 days, you do not have to report that income to the IRS. അത് നമ്മുടെ പ്രവാസികൾക്ക് പലർക്കും റെന്റൽ ഹോംസ് ഉള്ളതുകൊണ്ട് this is another loophole you can take advantage of. Appo palarudeyum it might stimulated your thought process that can I rent my own house? Absolutely yes, if you do have a property registered under an LLC. LLC യുടെ പേരിൽ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു റെന്റ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പല മലയാളികളും ഇന്നിപ്പം ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മലയാളികൾ മാത്രമല്ല എവ്രി വൺ യൂസ് ചെയ്യുന്നതായ ഒരു ഷീൽഡാണ്, ടാക്സ് ഷെൽട്ടറാണ് LLCയും എസ് കോർപ്പറേഷൻസും. അപ്പം ഞങ്ങളുടെ ഫേം അത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഫ് എനിബഡി വാണ്ട്സ് ടു ഇൻകോർപ്പറേറ്റ് ആൻ LLC ഓർ എസ് കോർപ്പറേഷൻ, ഈവൻ നോൺ പ്രോഫിറ്റ്, നമുക്ക് എസ്പെഷ്യലി കോവിഡ് സീസണിലൊക്കെ ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ട്. ഇഫ് somebody wanted to incorporate a temple or incorporate a church, we can definitely help them to get a tax exemption from the IRS and also from non-profit. Augusta rules 14 days. Under 14 days, you do not have to pay. You don't have to report that income to the IRS. That's a great advantage എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ശ്രീ ജോസ് തോമസ്, അതുപോലെ തന്നെ ഓരോ തവണയും ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ
പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചിലർ ആദായ നികുതി, കോർപ്പറേറ്റ് ടാക്സ്, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ മൂലധന നിക്ഷേപങ്ങൾക്ക് മേലും അതിനുണ്ടാകുന്ന ഗെയിൻസിന് നമുക്ക് ടാക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് അറിയാൻ വയ്യാത്തവർ, മൂലധന നിക്ഷേപമുള്ളവർ പോലും ചിലർ അതിനെക്കുറിച്ചൊരു പ്രാധാന്യം കൊടുത്തു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ there are two types of capital gain. അതായത് ഒന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ അസറ്റ് മോർ ദാൻ, അതായത് അപ്രീഷിയേറ്റിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ഒരു അസറ്റ്, അതൊരു ക്യാപിറ്റൽ ഗെയിൻ ആസറ്റ് ആണ്. അത് നമുക്ക് ലോങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെല്ല് ചെയ്യുന്നത് അതെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നും, ഒരു വർഷത്തിനകം അതായത് 12 monthsനകം നമ്മൾ വാങ്ങിച്ചിട്ട് 12 monthsനകം ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് പറയുന്നത്. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഡിഫറൻസ്, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി ടാക്സ് ബ്രാക്കറ്റ് ആണ്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 10%, 15%, പിന്നെ 37%, മാക്സിമം ഇറ്റ് ക്യാൻ ഗോ അപ് ടു 43%. പിന്നെ സ്റ്റേറ്റ് ടാക്സും കൊടുക്കണം. അതുകൂടാതെ തന്നെ ഇതിന് സർ ടാക്സും വരുന്നുണ്ട്. സർ ടാക്സ് 3.8% ആണ് സർ ടാക്സ് വരുന്നത്. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കയറിയിട്ട് ഇത് കൂടും, 36% ആക്കും, 38% ആക്കും എന്നൊക്കെ കേട്ടു. പക്ഷേ അത് വളരെ ഡിബേറ്റിന് ശേഷം അത് നടന്നില്ല. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് അപ് ടു 40,000 വരെയുള്ള ഇൻകം ഉള്ളവർക്ക് നമുക്ക് 0% കൊടുത്താൽ മതി, ഒന്നും കൊടുക്കണ്ട. സിംഗിൾ ആണെങ്കിൽ, മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി ആണെങ്കിൽ 80,000 വരെ നമ്മൾ എക്സംപ്റ്റഡ് ആണ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അത് വളരെ ഒരു ടാക്സ് സ്ട്രാറ്റജിയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇൻകം അപ് ടു സിംഗിൾ ആണെങ്കിൽ അപ് ടു 445,000 വരെയാണെങ്കിൽ നമ്മൾ 50% കൊടുത്താൽ മതി. മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി ആണെങ്കിൽ 501,000 വരെ നമ്മൾ 15% കൊടുത്താൽ മതി. പിന്നെ അതായത് 445,000 ശേഷമുള്ള ഫിഗറിന് നമ്മൾ ഓവർ ആൻഡ് എബോവ് 445,000 20%, അതായത് മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി ആണെങ്കിൽ ഓവർ ആൻഡ് എബോവ് 501,000 എബോവ് ആണെങ്കിൽ 15% ടാക്സ് നമ്മൾക്ക് കൊടുക്കണം. 20% ടാക്സ്, അത് ഹയർ ടാക്സ് ബ്രാക്കറ്റ് വരും. അതുകൂടാതെ നമുക്ക് ഇതിന്റെ സർ ടാക്സ് കൊടുക്കണം. സർ ടാക്സ് എന്ന് പറഞ്ഞാൽ 3.8% ടാക്സ് കൊടുക്കണം. ഇതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം, എപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞങ്ങൾ പ്രൈമറി റെസിഡൻസ് വിറ്റാൽ അപ് ടു 500,000 വരെ, മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി ആണെങ്കിൽ അപ് ടു 500,000 വരെ നമ്മൾ ടാക്സ് കൊടുക്കുകവേണ്ട എക്സം ചെയ്യാം. എവറി 2 years നമുക്കിത് അവൈൽ ചെയ്യാം. സിംഗിൾ ആണെങ്കിൽ അപ് ടു 250,000 വരെ. അത് നല്ലൊരു ടാക്സ് സേവിംഗ് മെക്കാനിസമാണ്. ടാക്സ് ഫയലിംഗിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണല്ലോ ഇൻഡിവിജ്വൽ റിട്ടയർമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോത്ത് IRA അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമോ? ഷോ ക്രിസ്റ്റീന, അപ്പൊ നമ്മൾ പലപ്പോഴും എസ്പെഷ്യലി യങ് ആയിട്ടിരിക്കുമ്പോൾ മറക്കുന്ന ഒരു കാര്യമാണ് റിട്ടയർമെന്റിന് സേവ് ചെയ്യുന്നത്. സോ ഇവിടെ അമേരിക്കയിൽ അതിന് പല ഓപ്ഷൻസും ഉണ്ട്. 401k ഫണ്ട്സ് ഉണ്ട്, അതുപോലെ ഈ ക്രിസ്റ്റീന പറഞ്ഞ പോലെ റോത്ത് IRAs ഉണ്ട്, ട്രഡീഷണൽ IRAs ഉണ്ട്. സോ റോത്ത് IRAയും ട്രഡീഷണൽ IRAയും തമ്മിലുള്ള വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, റോത്ത് IRAയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം ആഫ്റ്റർ ടാക്സ് ഡോളേഴ്സ് യൂസ് ചെയ്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് വിഡ്രോ ചെയ്യുമ്പം നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാം. വേറെ ട്രഡീഷണൽ IRAs ആണെങ്കിൽ നമ്മൾ ബിഫോർ ടാക്സ് കോൺട്രിബ്യൂഷൻസ്, പക്ഷേ വിഡ്രോ ചെയ്യുമ്പോൾ യു വിൽ പേ ടാക്സ്. സോ റോത്ത് IRAയുടെ ഒരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാൽ, അതൊരു സർട്ടൻ ഇൻകം ലിമിറ്റ്സ് വരെ ഉള്ളവർക്കേ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം എനിക്കൊന്ന് 2021 അതിന്റെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ, മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി ആയിരുന്നെങ്കിൽ $208,000 കീഴിൽ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം വരണം. അതുപോലെ സിംഗിൾ ഫയലേഴ്സിനാണെങ്കിൽ $140,000 പെർ ഇയറിന് അടിയിൽ വരണം. സോ ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ബാക്ക് ഡോർ റോത്ത് IRAയുടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. സോ ഇതൊരു കൺവേർഷൻ പ്രോസസ് ആണ്. നമ്മുടെ ഹൈ ഇൻകം ഏർണേഴ്സിന് ഈ ഇൻകം ലിമിറ്റ് സൈഡ് സ്റ്റെപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഈ ബാക്ക് ഡോർ റോത്ത് IRA. സോ ആദ്യം നമ്മൾ ഇതിനു വേണ്ടി പൈസ ഒരു ട്രഡീഷണൽ IRAയിൽ ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൈസ കൺവേർട്ട് ചെയ്ത് മാറ്റി ഒരു റോത്ത് IRAയിലോട്ട് ആക്കണം.
ബട്ട് റിമെമ്പർ റോത്ത് IRA പോസ്റ്റ് ടാക്സ് ഡോളേഴ്സ് ആണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഈ ട്രഡീഷണൽ IRA ഇരിക്കുന്ന ആണല്ലോ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ട്രഡീഷണൽ IRA നമ്മൾ ഡിഡക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പേ ബാക്ക് ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് വൺ ഡിസ്അഡ്വാൻറ്റേജ്. പക്ഷെ ഓൾസോ നമ്മുടെ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്യണം ഓൺ ദ മണി യു കൺവേർട്ടഡ് ടു എ റോത്ത്. അപ്പം ഇത് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസ് എന്താണ്, ആൻഡ് ഡസ് ഇറ്റ് മേക്ക് സെൻസ് ടു ഡു ദിസ് ബാക്ക് ടു റോത്ത് കൺവേർഷൻ എന്നുള്ള. ഇറ്റ് ഡസന്റ് വർക്ക് ഫോർ everybody. So also remember ഈ ട്രഡീഷണൽ IRA ഒത്തിരി നാളായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഗെയിൻസ് കാണും, സോ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പേ ചെയ്യേണ്ടി വരും. സോ ഇതൊക്കെ ആലോചിച്ച് ഇഫ് ദ സർക്കംസ്റ്റാൻസ് ഇസ് റൈറ്റ് ഫോർ യു ദെൻ ദിസ് ഇസ് എൻ എക്സലന്റ് ഓപ്ഷൻ. അതെ ടോമി, അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഫ്രോഡലന്റ് കോൾസിന്റെ ടൈം കൂടെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ IRS നിന്നാണൊക്കെ പറഞ്ഞ് പലർക്കും കോൾസ് വരുന്നുണ്ട്, പല ഡീറ്റെയിൽസും ചോദിക്കുന്നു, ചിലത് ത്രെറ്റനിങ് കോൾസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷനാണ്, ശരിക്കും IRS നിന്ന് ഇത്തരത്തിലുള്ള കോൾസ് വരാറുണ്ടോ, അപ്പോൾ എത്രത്തോളം ഓത്തന്റിക് ആണ് ഈ കോൾസ്, അങ്ങനെ വരാറുണ്ടോ കോൾസ് ശരിക്കും IRS നിന്ന്? This is a very serious issue we are facing today. IRS never call the taxpayers for money, period. നമുക്ക് പലർക്കും വൺ ഓർ അനദർ ഇങ്ങനെയുള്ള കോൾസ് വന്നുകൊണ്ടേ ഇരിക്കണം. പ്രത്യേകിച്ച് US റെസിഡൻസിന് ഫോറിൻ കോൾസ് ആണ് മിക്കവാറും വരാറുള്ളത്. അവര് വിളിച്ച് പറയുന്നത് യു ഓ ദിസ് മച്ച് മണി, യു ഹാവ് ടു കം ആൻഡ് പേ ദിസ് മച്ച് മണി, യു ഹാവ് ടു വയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് യു നോ വാട്ട്, IRS never call these taxpayers for their taxes they owe. IRS വിളിക്കുകയാണെങ്കിൽ they send several emails and they set up a particular time and they will tell them, okay, Mr. Tom, Mr. George, I'm going to call you this day and this time. You have to discuss about it. Allatha calls മുഴുവനും scammers ആണ്. What would be the remedy for this? That would be an answer. If you, if you pick up that phone call, do not release any of your personal information, period. Not only that, as soon as you get those kind of phone calls, you can simply hang up that call and report that to an IRS with that number. There's an IRS hotline there. It's a 1-800-344-4484. From my experience of this past 25 years, some of my clients also being a victim. Simplified Employers Pension IRA അതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അത് മെയിനായിട്ട്, അതായത് നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒത്തിരി ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അതായത് അപ് ടു $58,000 ഈ 2021 നമുക്ക് സെഫ് IRAയിലേക്ക് ഇടാൻ പറ്റും. അത് ഇടാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം, അതായത് നമ്മുടെ കോർപ്പറേഷൻ്റെ ഇൻകമായി അതായത് 200,000 ആണെങ്കിൽ 200,000 25%, അല്ലെങ്കിൽ 58,000. അപ്പോൾ ഇത് ഇൻകം കൂടുന്നതനുസരിച്ച് മാക്സിമം നമുക്ക് ഒരു വർഷം 58,000. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിനും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേഷൻ കൊടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാ എംപ്ലോയീസിനും കൊടുക്കേണ്ടതില്ല. 3 വർഷം പൂർത്തിയായ ഒരു എംപ്ലോയിക്ക് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കത് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യാം, എത്ര കൊടുക്കണം, എങ്ങനെ വേണം. എംപ്ലോയിക്ക് വേണേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാം. ഇതൊരു നല്ല ടാക്സ് പ്ലാനിങ് മെക്കാനിസമാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ എന്നൊരു ഹയർ ഇൻകം ഇൻഡിവിജ്വൽസിന് നമുക്ക് അപ് ടു 230,000 വരെ ഒരു വർഷം സേവ് ചെയ്യാം. ഈ ഫെഡറൽ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 2022 ഇയറിൽ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില ആർട്ടിക്കിൾസ് ഞാൻ വായിക്കുകയുണ്ടായി. ഈ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് ആക്ച്വലി എപ്പോഴും എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ മാർച്ച് 2021 അമേരിക്കൻ റെസ്ക്യൂ പ്ലാനിന്റെ അടിയിൽ അത് $2,000 എന്നുള്ളത് $3,600 ആയിട്ട് മാറ്റി. അപ്പൊ ഈ ഒരു പാൻഡമിക്കിന്റെ ടൈമിൽ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി പേരൻസ് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. സോ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ അവരെന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് സാധാരണ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന ടൈമിലാണ് ഈ ക്രെഡിറ്റ് യൂസ്ഫുൾ ആവുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം അവർ അഡ്വാൻസ് മന്ത്ലി ക്രെഡിറ്റ്സ് ആയിട്ട് അയച്ചു. അപ്പോൾ ഓരോ ഫാമിലിക്കും നമുക്ക് ഇപ്പം അണ്ടർ 6 ഏജ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ $300 പെർ മന്തും, 6 to 17 ഏജ് റേഞ്ചിലുള്ള കുട്ടികളുണ്ടെങ്കിൽ $250 പെർ മന്ത് വീതം അവർ അയച്ചു. സോ ദാറ്റ് ഈ ജോലിയൊക്കെ പോയിരിക്കുന്ന ടൈമിൽ അതൊരു ഹെൽപ്പ് ആകുമല്ലോ നമ്മുടെ ചിൽഡ്രനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പകുതി ആ ക്രെഡിറ്റ് ഓൾറെഡി നമുക്ക് അയച്ചു കഴിഞ്ഞു.
അപ്പൊ നേരത്തെ ടോം പറഞ്ഞ പോലെ നമുക്കൊരു ലെറ്റർ 6419 മെയിലിൽ കൂടെ വന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി ആണെങ്കിൽ 2 കോപ്പീസ് വന്നിട്ടുണ്ടായിരിക്കും. ഇത് 2 മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് ഇതിന്റെ അകത്താണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എത്രയും എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഓൾറെഡി തന്നു കഴിഞ്ഞു, അതിന്റെ എത്രയും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്ന ഒക്കെ എന്നുള്ളത്. സോ അത് മറക്കല്ല, അതിന്റെ റിമൈനിങ് ഭാഗം ക്ലെയിം ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ ഇതൊരു വളരെ ഹെൽപ്ഫുൾ കാര്യമായിരുന്നു അവരത് ചെക്സ് ആയിട്ട് ഇൻ അഡ്വാൻസ് അയച്ചത്. ടോം, നമുക്ക് ഈ ഒരു ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു സമയമായി. ഇപ്പോൾ ടോം നിരവധി സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ട് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു കൺക്ലൂഷനായിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് വെരി ഫാസ്റ്റ്. എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഓഡിയൻസിന്, 24ന്റെ ഓഡിയൻസിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഡു സം ടാക്സ് പ്ലാനിങ് ബിഫോർ യു ഫയൽ യുവർ ടാക്സസ്. ഇഫ് യു സ്പെൻഡ് മോർ ടൈം ഓൺ യുവർ planning at home, you will save more taxes. ഇപ്പം ഈ ഒരു വളരെ ഷോർട്ട് പീരീഡിൽ ഷാനയും അതുപോലെ തന്നെ ജോസ് തോമസും they shared their wisdom. ഒരുപാട് they just give widespread of ideas, widespread of deductions, അതുപോലെ ഈ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് under this light ask the right questions to your accountant. Are you getting enough credits for all the things you are entitled for it? As you said, we file all 52 states in the tax returns in ഞങ്ങളുടെ firm ചെയ്യുന്നുണ്ട്. If anybody need any questions or any doubts, any explanation about the new tax laws, you're welcome to call us. Or if you are living in abroad, we will file your tax return and we will make sure you get the foreign tax credit as well. And at this last conclusions, എനിക്ക് എൻ്റെ colleagues ജോസ് തോമസും അതുപോലെ ഷാൻ മോഹനും have a great fantabulous tax year, and all of our tax clients have a great tax season and get instead of a tax season, I would say it's a refund season. Thank you very much. Okay, thank you. താങ്ക് യു. എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് ഷാന തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോറിംഗ് അല്ലെങ്കിൽ ഡ്രൈ എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇത്തവണ ടാക്സ് ഫയൽ ചെയ്യുമ്പം അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ടോം ജോർജ് കോളത്ത്, ഷാന മോഹൻ ആൻഡ് ശ്രീ ജോസ് തോമസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടാക്സസ് ആർ പെയ്ഡ് ഇൻ ദ സ്വെറ്റ് ഓഫ് എവ്രി മാൻ ഹു ലേബേഴ്സ്. ഇത് പറഞ്ഞിരുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഓരോ മനുഷ്യൻ്റെയും വിയർപ്പിൻ്റെ വിലയാണ് നമ്മൾ നികുതിയായി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവേകപൂർവ്വം ടാക്സ് അടയ്ക്കുക. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.